Hello learners, welcome to iPlus Training Solutions. NTA UGC NET ഫിലോസഫിയുടെ ഡിസംബർ സൈക്കിളിലെ പരീക്ഷയുടെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the following is the primary source of ദണ്ഡനീതി? ദണ്ഡനീതിയുടെ പ്രൈമറി സോഴ്സ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 1 വേദ, ഓപ്ഷൻ 2 സ്മൃതീസ്, ഓപ്ഷൻ 3 പുരാണാസ്, ഓപ്ഷൻ ഡി സൂത്രഗ്രന്ഥാസ്. നമ്മുടെ ആൻസർ കീ വന്നു. ആൻസർ കീയിൽ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ 2 സ്മൃതീസ് എന്നാണ് തന്നേക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി സൂത്രഗ്രന്ഥാസ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ദണ്ഡനീതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് നമുക്കറിയാം അർത്ഥശാസ്ത്രയാണ്. അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് ചാണക്യയുടെ അർത്ഥശാസ്ത്ര ഒരു സൂത്രഗ്രന്ഥയാണ്. ഓക്കെ, സോ സ്മൃതീസ് വരുന്നതിനേക്കാളും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം സൂത്രഗ്രന്ഥാസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റേത്. The teachings are primarily found in texts like Arthashastra by Kaudilya, which belongs to the category of Sutra Granthas. അടുത്ത ചോദ്യം, philosophy is the self-evident elaboration of the self-evident. ഫിലോസഫി എന്ന് പറയുന്നത് സെൽഫ് എവിഡൻറ്റിൻ്റെ സെൽഫ് ഇലാബറേഷൻ ആണ്. സെൽഫ് എവിഡൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ പ്രൂഫ് ഒന്നും ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതിൻ്റെ ഒരു സെൽഫ് എവിഡൻറ്റ് ഇലാബറേഷൻ ആണ് ഫിലോസഫി എന്ന് പറഞ്ഞത് ആരാണ്? KC ഭട്ടചര്യ, S രാധാകൃഷ്ണൻ, ശ്രീ അരബിന്ദോ, BK മതിലാൽ. ഇത് ഉത്തരം ആരാണ്? ഭട്ടചര്യയാണ്. KC ഭട്ടചര്യയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫിലോസഫി ഈസ് ദി സെൽഫ് എവിഡന്റ് എലാബറേഷൻ ഓഫ് ദി സെൽഫ് എവിഡന്റ് എന്ന് പറഞ്ഞത്. ഇതിന് മുന്നേയും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് തോന്നുന്നത്. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദി തിയറീസ് ഓഫ് പണിഷ്മെന്റ്. ഓക്കെ, ഇത് തിയറീസ് ഓഫ് പണിഷ്മെന്റിനെ വെച്ചിട്ട് വന്ന ചോദ്യമായിരുന്നു. യു ആർ പണിഷ്ഡ് ഫോർ സ്റ്റീലിംഗ് ഷീപ്സ് ബിക്കോസ് യു സ്റ്റോൾ ഷീപ്സ് ഇസ് റെട്രിബ്യൂട്ടീവ് തിയറി. അപ്പം നിങ്ങൾ ഷീപ്സിനെ സ്റ്റീൽ ചെയ്തു, മോഷ്ടിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടിയെന്ന് പറയുന്നതാണ് റെട്രിബ്യൂട്ടീവ് തിയറി. യു ആർ പണിഷ്ഡ് ഫോർ സ്റ്റീലിംഗ് ഷീപ്സ് സോ ദാറ്റ് യു ഗീവ് അപ്പ് സ്റ്റീലിംഗ് ഈസ് റീഫോർമേറ്റീവ് തിയറി. നിങ്ങൾ എന്തുകൊണ്ട് പണിഷ് ചെയ്തു? നിങ്ങൾ ഇനി മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പണിഷ് ചെയ്തു എന്ന് പറയുന്നതാണ് റീഫോർമേറ്റീവ് തിയറി. യു ആർ പണിഷ്ഡ് സോ ദാറ്റ് അതർ ഷീപ്സ് ആർ നോട്ട് സ്റ്റോളൻ ഈസ് ഡെറ്ററൻറ്റ് തിയറി. മറ്റ് ഷീപ്സ് ഇനി ഭാവിയിൽ സ്റ്റീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പണിഷ് ചെയ്തതെന്ന് പറയുന്നതാണ് ഡെറ്ററൻറ്റ് തിയറി. യു ആർ പണിഷ്ഡ് ഫോർ സ്റ്റീലിംഗ് ഷീപ്സ് ബിക്കോസ് യു ഹാവ് ബ്രോക്കൺ ലോസ് ഈസ് ഡെറ്ററൻറ്റ് തിയറി. നിങ്ങൾ ലോ ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ് നിങ്ങളെ പണിഷ് ചെയ്തത് എന്നുള്ളതാണ് ഡെറ്ററൻറ്റ് തിയറി. സോ ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കാനാണ്. A, B, C and D. ആ തന്നിരിക്കുന്ന 4ഉം ശരിയാണെന്നാണ് പറയുന്നത്. A, B and C ആദ്യത്തെ 3 എണ്ണം ശരിയാണ്. B, C and D അവസാനത്തെ 3 എണ്ണവും A, C and D ആദ്യത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്നാണ് പറയുന്നത്. സോ ഇവിടെ യു ആർ പണിഷ്ഡ് ഫോർ സ്റ്റീലിംഗ് ഷീപ്സ് ബിക്കോസ് യു സ്റ്റോൾ ഷീപ്സ് ഇസ് റെട്രിബ്യൂട്ടീവ് തിയറി. അത് ശരിയാണ്. നമ്മൾ ഒരു കുറ്റം ചെയ്തത് കൊണ്ട് നമുക്ക് പണിഷ്മെന്റ് കിട്ടുന്നു എന്ന് പറയുന്നത് എന്താണ്? റെട്രിബ്യൂട്ടീവ് തിയറിയാണ്. നമ്മൾ I for an I എന്നൊക്കെ പറയുന്നതാണ് റെട്രിബ്യൂട്ടീവ് തിയറി. സോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പണിഷ്മെന്റ് കിട്ടുന്നു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, A വരുന്നുണ്ട്. യു ആർ പണിഷ്ഡ് ഫോർ സ്റ്റീലിംഗ് ഷീപ്സ് സോ ദാറ്റ് യു ഗീവ് അപ്പ് സ്റ്റീലിംഗ്. നിങ്ങൾ ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പണിഷ് ചെയ്തു എന്ന് പറയുന്നതാണ് റീഫോർമേറ്റീവ് തിയറി. അതും കറക്റ്റ് ആണ്. ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പണിഷ് ചെയ്യുന്നതിനാണ് റീഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത്. യു ആർ പണിഷ്ഡ് സോ ദാറ്റ് അതർ ഷീപ്സ് ആർ നോട്ട് സ്റ്റോളൻ. നിങ്ങളെ പണിഷ് ചെയ്തു, അതുകൊണ്ട് ഇനി മറ്റുള്ള ഷീപ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരും മോഷ്ടിക്കില്ല, അവർക്കൊരു പേടി കാണും എന്ന് പറയുന്നതാണ് ഡെറ്ററൻറ്റ് തിയറി. അതും ശരിയാണ്. സോ ഓപ്ഷൻ എയും ബിയും സിയും ശരിയാണ്. ഓപ്ഷൻ ഡി, യു ആർ പണിഷ്ഡ് ഫോർ സ്റ്റീലിംഗ് ഷീപ്സ് ബിക്കോസ് യു ഹാവ് ബ്രോക്കൺ ലോസ് ഇസ് ഡെറ്ററൻറ്റ് തിയറി തെറ്റാണ്. ഡെറ്ററൻറ്റ് തിയറി എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ പണിഷ് ചെയ്യുമ്പം പിന്നെ വേറൊരാൾ എന്ത് ചെയ്യില്ല, ഈ പണിഷ്മെന്റ് എന്നുള്ള പേടി കാരണം അത് ചെയ്യില്ല എന്ന് പറയുന്നതിനാണ് ഡെറ്ററൻറ്റ് തിയറി എന്ന് പറയുന്നത്. സോ ഇവിടെ ലോസ് ബ്രേക്ക് ചെയ്തത് കൊണ്ട് നിങ്ങളെ പണിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ലീഗലിസ്റ്റിക് തിയറി ആയിട്ട് മാറും. യു ആർ പണിഷ്ഡ് ഫോർ സ്റ്റീലിംഗ് ഷീപ്സ് ബിക്കോസ് യു ഹാവ് ബ്രോക്കൺ ലോസ് ഇസ് ഡെറ്ററൻറ്റ് തിയറി നമ്മുടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ദിസ് ഇസ് നോട്ട് എൻറ്റയർലി കറക്റ്റ്. വൈ ഇറ്റ് മേ സീം ലൈക്ക് എ ഡെറ്ററൻറ്റ് തിയറി പോലെ തോന്നിയാൽ പോലും ഇതെന്താണ് കുറച്ചും കൂടി ലീഗൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ലീഗലിസ്റ്റിക് തിയറിയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഐഡിയ ദാറ്റ് പണിഷ്മെന്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ബ്രേക്കിംഗ് ദി ലോ ബ്രേക്ക് ചെയ്തത് കൊണ്ട് പണിഷ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ലീഗലിസ്റ്റിക് തിയറിയാണ്. 4ാമത്തെ ചോദ്യം, ദർ ഈസ് നോ റൈനോസറസ് ഇൻ ദിസ് റൂം. ഇത് എന്ത് കൈൻഡ് ഓഫ് അഭാവയാണ്? ഈ റൂമിൽ എന്തില്ല, റൈനോസറസ് ഇല്ല എന്ന് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് അഭാവ? അഭാവ എന്ന് വെച്ചാൽ നോൺ എക്സിസ്റ്റൻസ്. എന്ത് കൈൻഡ് ഓഫ് നോൺ എക്സിസ്റ്റൻസ് ആണ്? പ്രഗ് അഭാവ, പ്രധ്വംസഭാവ, അന്യോന്യഭാവ, അത്യന്തഭാവ.
സോ ഈ റൂമിൽ റൈനോസറസ് ഇല്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ റൂമിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്തുണ്ടായിട്ടില്ല, ഒരു റൈനോസറസ് ഉണ്ടായിട്ടില്ല. സോ ദറ്റ് ഈസ് അത്യന്തഭാവ. ഓപ്ഷൻ 4 അത്യന്തഭാവം. അത്യന്തഭാവം എന്ന് പറയുമ്പോഴേക്കും അൾട്ടിമേറ്റ് ആയിട്ടോ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല, നേരത്തെയും ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകാനും ചാൻസ് ഇല്ല പോലെയുള്ള സാധനങ്ങളാണ് അത്യന്തഭാവയിൽ വരുന്നത്. പ്രഗഭാവ എന്ന് പറയുമ്പോഴേക്കും ഒരു പോട്ട് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള അതിൻ്റെ ആബ്സെൻസ് പ്രഗഭാവയാണ്. ഉണ്ടാകുന്നതിന് മുന്നേ അതില്ല എന്ന് പറയുന്നതിന് ആബ്സെൻസ് പ്രയോർ ടു ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഇനി പ്രധ്വംസഭാവം എന്ന് പറഞ്ഞാലോ, ആ പോട്ട് ഉണ്ടായി, നമ്മൾ പോട്ട് ഉണ്ടാക്കി അതിനെ പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ ആ പോട്ടില്ല. സോ ദാറ്റ് ഈസ് പ്രധ്വംസഭാവ. ഉണ്ടാക്കിയതിന് ശേഷമുള്ള അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ്. ആൻഡ് ദെൻ അന്യോന്യഭാവം എന്ന് വെച്ചാൽ രണ്ട് മ്യൂച്വലി കോൺട്രഡിക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഒരു ചെയർ ഒരിക്കലും ഒരു ടേബിൾ ആവില്ല, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഒരിക്കലും ബ്ലാക്ക് ആവില്ല. അങ്ങനെ രണ്ടും എപ്പോഴും പരസ്പരം മാറി നിൽക്കുന്ന സാധനങ്ങളായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതിനെയാണ് അന്യോന്യഭാവം എന്ന് പറയുന്നത്. അത്യന്തഭാവം അൾട്ടിമേറ്റ് നോൺ എക്സിസ്റ്റൻസിനെയാണ് അത്യന്തഭാവം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ റൈനോസറസ് റൂമിൽ ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം റൂമിൽ റൈനോസറസ് ഉണ്ടായിട്ടില്ല ഈ റൂമിൽ. സോ ഇറ്റ് ഈസ് അത്യന്തഭാവ. Atyandabhava is the type of absence that pertains to something that does not exist anywhere at any time. For instance, if we say there is no rhinoceros in this room, and if a rhinoceros has never existed in this room at any time, we are talking about Atyandabhava. It is the complete, absolute absence of an object in a particular context. അതേസമയം ഇപ്പം ഇവിടെ മഴ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് അത്യന്തഭാവം ആവില്ല, കാരണം അത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നല്ലോ. ഇന്നലെ മഴ ഉണ്ടായിരുന്നു, ഇന്ന് മഴയില്ല എന്നേ ഉള്ളൂ. സോ ദാറ്റ് ഡസ് നോട്ട് കം അണ്ടർ അത്യന്തഭാവ. ഒരിക്കലും അൾട്ടിമേറ്റ്ലി നോൺ എക്സിസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ അത്യന്തഭാവ എന്ന് നമ്മൾ പറയൂ. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ എ സ്റ്റേറ്റ്മെന്റ്? ഇവിടെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 5 സെന്റൻസസ് തന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് നമുക്കറിയാം. എല്ലാ സ്റ്റേറ്റ്മെന്റും സെന്റൻസ് ആണെങ്കിലും എല്ലാ സെന്റൻസും സ്റ്റേറ്റ്മെന്റ്സ് അല്ല. സ്റ്റേറ്റ്മെന്റ് ആണെന്നെങ്കിൽ അത് ഡിക്ലറേറ്റീവ് ആയിരിക്കണം, അത് അസർട്ടീവ് ആയിരിക്കണം. ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. ഐ ഹോപ്പ് പ്രിയ ലൈക്സ് എ ന്യൂ ജോബ്. പ്ലീസ് പ്രിന്റ് യുവർ നെയിം ലെജിബ്ലി. വാട്ട് എ ക്രോക്ക്. റോസസ് ആർ റെഡ് ആൻഡ് ബ്രിഞ്ചാൾസ് ആർ ബ്ലൂ. വാട്ട് ടൈം ഈസ് ഇറ്റ്? ഇതാണ് നമ്മളുടെ 5 തന്നേക്കുന്ന സെന്റൻസസ്. സോ ഐ ഹോപ്പ് പ്രിയ ലൈക്സ് എ ന്യൂ ജോബ്, അത് സ്റ്റേറ്റ്മെന്റ് ആണോ? അത് സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഒപ്പീനിയൻ പറയുന്നതും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഡിക്ലറേറ്റീവ് സെന്റൻസസ് ആണ്, വിച്ച് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ എ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്ലീസ് പ്രിന്റ് യുവർ നെയിം ലെജിബ്ലി, ഒരു കാര്യം ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ അതൊക്കെ എന്തിൽ വരും? ഇമ്പറേറ്റീവ് സെന്റൻസസിൽ വരും, അത് സ്റ്റേറ്റ്മെന്റ് അല്ല. വാട്ട് എ ക്രോക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, സോ ഇറ്റ്സ് എൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അതും എന്തല്ല? സ്റ്റേറ്റ്മെന്റ് അല്ല. റോസസ് ആർ റെഡ് ആൻഡ് ബ്രിഞ്ചാൾസ് ആർ ബ്ലൂ, അതൊരു അസർട്ടീവ് ആയിട്ട് പറയുവാണ്, ഡിക്ലറേറ്റീവ് ആയിട്ട് പറയുവാണ്, സോ ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. വാട്ട് ടൈം ഈസ് ഇറ്റ്? ക്വസ്റ്റ്യൻ ആണ്, സോ ഇറ്റ്സ് എൻ ഇന്ററഗേറ്റീവ് സെന്റൻസ്, അത് സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ഓപ്ഷൻ എ ആൻഡ് ഡി ആണ് ഈ ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ്സ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. John Rawls' theory of justice is based on difference principle. Robert Nozick's theory of justice is concerned with equality. Ronald Dworkin's approach to justice emphasizes equality of resources. Amartya Sen's approach to justice is best known for focusing on the equality of income. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് അവർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് സെന്റൻസ്, ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് പ്രിൻസിപ്പിൾ. റോൾസിന്റെ തിയറി ഡിഫറൻസ് പ്രിൻസിപ്പിളിനെ ബേസ്ഡ് ആണ്. അതെ, കറക്റ്റ് ആണത്. ജോൺ റോൾസിന്റെ തിയറി ഡിഫറൻസ് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് ആൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കണം? സൊസൈറ്റിയിലെ ഏറ്റവും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഇക്വാലിറ്റീസ് ആയിരിക്കണം. അതാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ. ഇനി റോബർട്ട് നോസിക്സ് തിയറി ഓഫ് ജസ്റ്റിസ് ഈസ് കൺസേൺ വിത്ത് ഇക്വാലിറ്റി. നോസിക്കിന്റെ തിയറി ശരിക്കും ഇക്വാലിറ്റീനേക്കാളും ഉപരി വേറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുക, ഇക്വാലിറ്റീനെ പറ്റിയിട്ടല്ല. ആളുടെ മെയിൻ പോയിന്റ്, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി അല്ല. അപ്പം ബി തെറ്റാണ്, ബി വരില്ല. എ വരും, ബി വരില്ല. റൊണാൾഡ് ഡോർക്കിൻസ് അപ്രോച്ച് ടു ജസ്റ്റിസ് എംഫസൈസസ് ഇക്വാലിറ്റി ഓഫ് റിസോഴ്സസ്, അത് ട്രൂ ആണ്. ഡോർക്കിന്റെ ജസ്റ്റിസ് നോക്കുമ്പോഴേക്കും റിസോഴ്സസ് ഈക്വലി എല്ലാവർക്കും കിട്ടണം എന്നാണ് പറയുന്നുണ്ട്. സോ ഓപ്ഷൻ എയും സിയും വരും. അമർത്യ സെൻസ് അപ്രോച്ച് ടു ജസ്റ്റിസ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഫോക്കസിങ് ഓൺ ഇക്വാലിറ്റി ഓഫ് ഇൻകം. ഇൻകമിന്റെ ഇക്വാലിറ്റീനെ പറ്റിയിട്ടാണ് പറയുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റാണ്. ഇക്വാലിറ്റി ഓഫ് ഇൻകം അല്ല അമർത്യ സെന്നിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇവിടെ എയും സിയും ഓപ്ഷൻ 3 ആണ് വരുന്നത്.
കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് പ്രിൻസിപ്പിൾ ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇത് ട്രൂ ആണ്. John Rawls' theory of justice, presented in his book A Theory of Justice, is indeed based on the difference principle, which states that social and economic inequalities are justified only if they benefit the least advantaged members of a society. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ലീസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളവർക്ക് ബെനിഫിറ്റ് ചെയ്യാനുള്ള മാത്രമേ ഇനിക്വാലിറ്റി പ്രസക്തിയുള്ളൂ. Second is Robert Nozick's theory of justice is concerned with equality. നോസിക്കിന്റെ വർക്കാണ് അനാർക്കി സ്റ്റേറ്റ് ആൻഡ് യൂട്ടോപ്പിയ എന്ന് പറയുന്നത്. അതിൽ ആളൊരു ലിബർട്ടേറിയൻ വ്യൂ ഓഫ് ജസ്റ്റിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ റൈറ്റ്സും എൻറ്റൈറ്റിൽമെന്റ് തിയറി, മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ആണ് ആളുടെ അനാർക്കി സ്റ്റേറ്റ് ആൻഡ് യൂട്ടോപ്പിയ എന്ന് പറഞ്ഞ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് primarily not primarily concerned with equality, but rather with the protection of personal property and liberty. So statement B തെറ്റാണ്. അടുത്തത് ഡോർക്കിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. അത് ട്രൂ ആണ്. ഡോർക്കിൻ proposed a theory of justice that emphasizes equality of resources, where individuals should have equal access to resources in order to pursue their own life plans. എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് വേണം എന്നാണ് ഡോർക്കിൻ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ട്രൂ. Amartya Sen's approach to justice is best known for focusing on equality of income. Equality of income-ലാണ് അമർത്യ സെൻ ഫോക്കസ് ചെയ്തത്. അത് തെറ്റാണ്, ഫോൾസ് ആണ്. അമർത്യ സെൻസ് approach to justice, particularly in his work, the idea of justice is more focused on capabilities and ability of individuals to achieve well-being. അവിടെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് വ്യൂ ആണ് ആൾ കൊണ്ടുവന്നത്. സോ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദി കഥ ഉപനിഷത്ത്, വാട്ട് ഡസ് യമ സേ അബൌട്ട് ദോസ് ഹു ചൂസ് പ്രേയേഴ്സ് അല്ലെങ്കിൽ പ്രേയേഴ്സ് ചൂസ് ചെയ്യുന്നവരെ പറ്റിയിട്ട് യമ എന്താണ് പറയുന്നത്? ഇത് കഥ ഉപനിഷത്തിലെ യമ ആൻഡ് നാച്ചിക്കേത. യമ ഇസ് ദ ഗോഡ് ഓഫ് ഡെത്ത്, നാച്ചിക്കേത ഒരു യങ് ബോയ് ആയിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ഡയലോഗാണ്. ആ ഡയലോഗിൽ അവർ ശ്രേയസിനെയും പ്രേയസിനെയും പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രേയസ് ചൂസ് ചെയ്യുന്നവരെ പറ്റിയിട്ട് എന്താണ് യമ പറയുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ദേ അച്ചീവ് എറ്റേണൽ ബ്ലിസ്, അവർക്ക് എറ്റേണൽ ബ്ലിസ് ഉണ്ടാവും. ദേ അറ്റൈൻ വെൽത്ത് ആൻഡ് സക്സസ്, വെൽത്തും സക്സസും കിട്ടും. ദേ റിമെയിൻ ഇൻ ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, അവർ ബർത്ത് റീബർത്ത് ആ ഒരു സൈക്കിളിൽ തന്നെ പെട്ടുപോകും. ദേ അറ്റൈൻ ലിബറേഷൻ, അവർക്ക് ലിബറേഷൻ കിട്ടും. സോ ഇതിൽ പ്രേയസിനെ പറ്റിയിട്ട് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ദേ റിമെയിൻ ഇൻ ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. പ്രേയസ് ചൂസ് ചെയ്യുന്നവർ ബർത്ത്, ഡെത്ത്, റീബർത്ത് ആ ഒരു സൈക്കിളിൽ പെട്ടുപോകും എന്നാണ് പറയുന്നത്. He explains to Nachiketa that people who choose only the temporary immediate gratification of their senses, അതാണ് പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പററി ഗ്രാറ്റിഫാക്ഷൻ ഓഫ് സെൻസസ് ആണ്, സെൻഷ്യൽ പ്ലഷേഴ്സ് ആണ്. അതിനാണ് പ്രേയേഴ്സ് അല്ലെങ്കിൽ പ്രേയേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഫ്ലീറ്റിംഗ് പ്ലഷേഴ്സ്, മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതിലുള്ളവർ എന്ത് ചെയ്യുന്നു? ദേ വിൽ ബി ട്രാപ്ഡ് ഇൻ എ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അവർക്ക് ഹയർ സ്പിരിച്വൽ റിയാലിറ്റി വിച്ച് ഈസ് ശ്രേയസ് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അത് റിയലൈസ് ചെയ്താൽ മാത്രമേ സെൽഫ് റിയലൈസേഷനിലേക്കും എൻലൈറ്റൻമെന്റിലേക്കും ഒക്കെ അവർക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ദേ റിമെയിൻ ടൈഡ് ടു ദി എഫീമറൽ വേൾഡ് ഡ്രിവൻ ബൈ ഡിസയേഴ്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സ്. പ്രേയേഴ്സ് ചൂസ് ചെയ്യുന്നവർ. സോ ശ്രേയസും പ്രേയസും. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഐഡിയാസ് ആർ അക്സെപ്റ്റഡ് ടു ഡിഫറൻസ് ഫെമിനിസം? ഡിഫറൻസ് ഫെമിനിസം ഇതിൽ ഏതൊക്കെ ഐഡിയാസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? സോ ഡിഫറൻസ് ഫെമിനിസം, ലൈക്ക് ദ നെയിം സജസ്റ്റ്, മെൻ ആൻഡ് വിമൻ ആർ എസെൻഷ്യലി ഡിഫറെൻറ്റ് ആൻഡ് ലെറ്റ് സെലിബ്രേറ്റ് ദി ഡിഫറൻസ് എന്ന് പറയുന്നതിനാണ് ഡിഫറൻസ് ഫെമിനിസം എന്ന് പറയുന്നത്. മെന്നും വിമനും ഡിഫറെൻ്റ് ആണെന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതുകൊണ്ട് ആ ഒരു ഡിഫറൻസസിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഡിഫറൻസ് ഫെമിനിസം എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ആൻഡ്രോജിനി, എസെൻഷ്യലിസം, ട്രാൻസ് ആൻഡ് ബയോളജി, മെൻ ആർ ദ പ്രോബ്ലം, സെലിബ്രേറ്റ് ഡിഫറൻസ്, ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഏതൊക്കെ ഡിഫറൻസ് ഫെമിനിസത്തിൽ വരും? അവർ ഫോളോ ചെയ്യുന്ന ഐഡിയാസ് ആണ്, അതാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ആൻഡ്രോജിനി? ആൻഡ്രോജിനി എന്ന് പറഞ്ഞാൽ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ട്രേറ്റ്സ് രണ്ടും ചേർന്നുള്ള ആൾക്കാരാണ് നമ്മൾ ആൻഡ്രോജീനസ് എന്ന് പറയുന്നത്. അവർക്ക് മാസ്കുലിൻ ട്രേറ്റ്സും കാണും, ഫെമിനിൻ ട്രേറ്റ്സും കാണും. ദാറ്റ് ഈസ് ആൻഡ്രോജിനി. സോ ഡിഫറൻസ് ഫെമിനിസത്തിൽ ആൻഡ്രോജിനി വരുമോ? ഇല്ല. ഇൻഫാക്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടുപേർക്കും ആ ഡിഫറൻസ് ഉണ്ടെന്നും അതിനെ എംബ്രേസ് ചെയ്യാനുമാണ് ഡിഫറൻസ് ഫെമിനിസം പറയുന്നത്. സോ ആൻഡ്രോജിനി വരത്തില്ല. എസെൻഷ്യലിസം വരും. ഇല്ല, എസെൻഷ്യലിസം എന്ന് പറയുമ്പം എന്താണ്? അൾട്ടിമേറ്റ്ലി ദേ സേ ദാറ്റ് മെൻ ആർ വിമൻ ആർ എസെൻഷ്യലി ഡിഫറെൻ്റ് ആണെന്ന് തന്നെ പറയണം. ആ ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എസെൻഷ്യലിസം വരും. ട്രാൻസ് ആൻഡ് ബയോളജിയിൽ നിന്നുമൊക്കെ അതീതമായിട്ടാണോ? അല്ല, ദേ കം അണ്ടർ ദി സ്കോപ്പ് ഓഫ് ബയോളജിക്കലി ഡിഫറെൻ്റ് ആണ് എന്നവർ അക്സെപ്റ്റ് ചെയ്യുക. സോ എ വരത്തില്ല, ബി വരും, സി വരത്തില്ല. മെൻ ആർ ദ പ്രോബ്ലം, ഇതൊരു മിസ്ആൻഡ്രി ആറ്റിറ്റ്യൂഡാണ്. സോ നമുക്കത് വരുമോ ഇല്ലയോ എന്ന് നോക്കാം, അറിയത്തില്ല. ഓപ്ഷൻ ഇ സെലിബ്രേറ്റ് ഡിഫറൻസ് വരും.
ഡിഫറൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് തന്നെ എന്താണ്, ഡിഫറൻസിനെ സെലിബ്രേറ്റ് ചെയ്യാനാണ്. സോ ഉറപ്പായിട്ടും ഇതിൽ വരുന്നത് ഇ ആണ്. ഈ നമുക്ക് 2 ഓപ്ഷൻസിലാണ് ഉള്ളത്. അതേപോലെ എസെൻഷ്യലിസവും വരും, ആൻഡ്രോജിനി വരത്തുമില്ല. സോ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ നമുക്ക് കിട്ടുന്നത് ഇ വരണം എന്തായാലും, എ വരാൻ പാടില്ല. സോ വി ഓൺലി ഹാവ് 1 ഓപ്ഷൻ ഹിയർ, ബി, ഡി ആൻഡ് ഡി. ഇതിൽ ബിയും ഇയും മനസ്സിലായി. ഡി മെൻ ആർ ദ പ്രോബ്ലം എന്നുള്ളത് മേ ബി സം ഓഫ് ദ പീപ്പിൾ, ചില ഡിഫറൻസ് ഫെമിനിസം പറയുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടാകാം. പക്ഷെ അൾട്ടിമേറ്റ്ലി മെൻ ആർ ദ പ്രോബ്ലം എന്നുള്ളതൊരു കോർ വാല്യൂ അല്ല, ഡിഫറൻസ് ഫെമിനിസത്തിന്റെ ഒരു കോർ കോൺസെപ്റ്റ് അല്ല മിസാൻട്രി എന്ന് പറയുന്നത്. പക്ഷെ അതിലുള്ള ചില ആൾക്കാർക്ക് മേ ബി ദേ മൈറ്റ് ബി ഓഫ് ദാറ്റ് വ്യൂ. Difference feminism is the branch of feminist thought that emphasizes the differences between men and women and argues that these differences should not be ignored or devalued. ഈ അവർ ഫണ്ടമെന്റലി ഡിഫറെൻ്റ് ആണെന്നും ഈ ഡിഫറൻസിനെ ഇഗ്നോർ ചെയ്യാനോ ഡീവാല്യൂ ചെയ്യാനോ പാടില്ല എന്നുമാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഡിഫറൻസ് ഫെമിനിസ്റ്റ് അഡ്വക്കേറ്റ്സ് ഫോർ ദി സെലിബ്രേഷൻ ഓഫ് ദീസ് ഡിഫറൻസസ് while also questioning the social, cultural and political structures that limit opportunities based on gender. ജെൻഡറിന്റെ ബേസിൽ അവർക്ക് ലിമിറ്റ് ചെയ്യപ്പെട്ട ഓപ്പർച്യൂണിറ്റീസിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് അവർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് among the following are incorrect claims in the context of Descartes? ഡെക്കാർട്ടിന്റെ കോണ്ടെക്സ്റ്റിൽ ഇതിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ മൈൻഡ് കോസസ് ചേഞ്ചസ് ഇൻ ദി ബോഡി. ദി ആട്രിബ്യൂട്ട് ഓഫ് മൈൻഡ് ഈസ് തിങ്കിങ്. Imagination and perception are not distinct from myself. The soul is united with the whole body. The soul has its principal seat in the pineal gland. So ഇതിൽ ഇൻകറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ കറക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി പറയാം അല്ലേ, ദി ആട്രിബ്യൂട്ട് ഓഫ് മൈൻഡ് ഈസ് തിങ്കിങ്. അതിൽ നമുക്ക് ഡൗട്ട് ഇല്ല. സോ ഓപ്ഷൻ ബി പറയാം. അതേപോലെ ഓപ്ഷൻ ഇ, ദ സോൾ ഹാസ് ഇറ്റ്സ് ഇല്ല, ദ സോൾ ഹാസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ സീറ്റ് ഇൻ ദ പീനൽ ഗ്ലാൻഡ്. അതും നമുക്ക് ഉറപ്പായിട്ട് പറയാം, പീനൽ ഗ്ലാൻഡിലാണെന്നുള്ള ഒരു കോൺസെപ്റ്റ്. സോ ബിയും ഇയും നമുക്ക് ഉറപ്പായിട്ട് പറയാം. അതേപോലെ ഇമാജിനേഷൻ ആൻഡ് പെർസെപ്ഷൻ ആർ നോട്ട് ഡിസ്റ്റിങ് ഫ്രം മൈസെൽഫ്. ഇമാജിനേഷനും പെർസെപ്ഷനും എന്നിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അത് നമുക്ക് ഉറപ്പായിട്ടും തെറ്റാണെന്ന് പറയാം. കാരണം ഇമാജിനേഷനും പെർസെപ്ഷനും തിങ്കിങ്ങിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം മൈസെൽഫ് എന്ന്, ദേ ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം മൈസെൽഫ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇമാജിനേഷനും പെർസെപ്ഷനും തിങ്കിങ്ങിൽ വരുന്ന 2 ആട്രിബ്യൂട്ട്സ് മാത്രമാണ്. സോ സി എന്തായാലും നമ്മുടെ റോങ് ആൻസേഴ്സിൽ വരും, ഇൻകറക്റ്റിൽ വരും. ബി വരത്തില്ല, ഇ വരത്തില്ല. അങ്ങനെ ഏത് ഓപ്ഷനാണ് ഉള്ളത്? സി വരണം. സി ഉള്ള ഓപ്ഷൻ, ആക്ച്വലി സി ഉള്ള ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, ഓപ്ഷൻ 4, എ ആൻഡ് സി ആണ്. അപ്പോൾ അത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. മൈൻഡ് കോസസ് ചേഞ്ചസ് ഇൻ ദ ബോഡിയും ഇമാജിനേഷൻ ആൻഡ് പെർസെപ്ഷൻ ആർ നോട്ട് ഡിസ്റ്റിങ് ഫ്രം മൈസെൽഫും. ഇതാണ് നമ്മുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ക്ലെയിംസ്. മൈൻഡ് കോസസ് ചേഞ്ചസ് ഇൻ ദ ബോഡി എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആയി? കാരണം ഡെക്കാർട്ട് ഡ്യുവലിസം ആണ് പറയുന്നത്. സോ മൈൻഡും ബോഡിയും എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആണ്. മൈൻഡ് കാരണം ബോഡി, ബോഡി കാരണം മൈൻഡ് എന്നില്ല, രണ്ടും ഇൻഡിപെൻഡന്റ് ആണെന്നാണ് ഡെക്കാർട്ട് പറയുന്നത്. സോ ദാറ്റ്സ് വൈ എ ആൻഡ് സി ആർ ദ റോങ് ആൻസേഴ്സ്. ഈവൻ തോ ഇന്ററാക്ഷനിസം വഴി, പീനൽ ഗ്ലാൻഡ് വഴി മൈൻഡിന്റെ ചില കാര്യങ്ങൾ ലൈക്ക് മൈൻഡ് ക്യാൻ ഡിക്റ്റേറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് അവർ ബോഡി മൂവ്മെന്റ്സ്, എങ്കിൽ പോലും മൈൻഡ് കോസസ് ചേഞ്ചസ് ഇൻ ദ ബോഡി എന്ന് പറയുന്നത് തെറ്റാന്ന് പറയാൻ മേ ബി ഇറ്റ്സ് ബിക്കോസ് രണ്ടും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് എന്നുള്ള ഡെക്കാർട്ടിന്റെ തോട്ട് കാരണമായിരിക്കാം, കോൺസെപ്റ്റ് കാരണമായിരിക്കാം. സോ എ ആൻഡ് സി ആണ് ഉത്തരം. ജോർജ് ബെർക്ലീസ് ക്രിട്ടിക് ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഈസ് ബെസ്റ്റ് റെപ്രസെന്റഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്? ബെർക്ലിയുടെ ഐഡിയ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതിൽ ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അബ്സ്ട്രാക്ട് ഐഡിയാസ് ആർ നെസസറി ഫോർ നോളജ്. Abstract ideas are misrepresentation of reality. Abstract ideas are the foundations of sciences. Abstract ideas are divine. So abstract ideas ne പറ്റിയ പറയുന്നത്. ആക്ച്വലി ബെർക്ലി അബ്സ്ട്രാക്ട് ഐഡിയാസിന്റെ നേരെ ഓപ്പോസിറ്റ് വാദിച്ച ഒരാളാണ്. ഹി സെഡ് കോൺക്രീറ്റ് ഐഡിയാസ് ഇസ് ദ ബെസ്റ്റ്. കോൺക്രീറ്റ് ഐഡിയാസ് എന്ന് പറയുമ്പോഴേക്കും പെർസെപ്ച്വൽ റിയാലിറ്റിയിലൂടെ, സെൻസ് ഓർഗൻസിലൂടെ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ബെർക്ലി. സോ അബ്സ്ട്രാക്ട് ഐഡിയാസിനെ ആൾ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ മാത്രമേ വരത്തുള്ളൂ? ഓപ്ഷൻ 2, അബ്സ്ട്രാക്ട് ഐഡിയാസ് ആർ മിസ്റെപ്രസെന്റേഷൻസ് ഓഫ് റിയാലിറ്റി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കറക്റ്റ്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിൽ കണ്ടത്. വി ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.